അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഈ രണ്ട് ആയത്തുകൾ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ആയത്തുകളാണിത്. പക്ഷേ നമ്മൾ അധികം ആരും ചിന്തിക്കാത്തൊരു വിശദീകരണമാണ് ഈ ആയത്തുകൾക്കുള്ളത്. നമ്മളൊരു ആയത്തിൻ്റെ തദബ്ബുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു തന്നൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, LNR. എൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുമ്പം അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലാംഗ്വേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വൊക്കാബുലറിയും അതുപോലെ ഗ്രാമറും ഒക്കെ. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം പദങ്ങളാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ടെൻസ്, പിന്നെ ഒരു ആയത്തിൽ നിന്ന് തന്നെ ഒരു ടെൻസ് മറ്റൊരു ടെൻസായി മാറുന്നത്, അതുപോലെ ബഹുവചനത്തിൽ നിന്ന് ഏകവചനത്തിലേക്ക് മാറുന്നത്, അങ്ങനെയുള്ള വ്യാകരണപരമായി ആ ഒരു സൂറത്തിൻ്റെ ഘടന എങ്ങനെയൊക്കെ ആണ് എന്നുള്ളതനുസരിച്ച് അതിൽ നിന്നും നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ കൂടുതൽ ആഴത്തിൽ നമ്മൾ വിശദീകരണം മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ N എന്ന് പറയുന്നത് നരേഷൻസ്, അതായത് നമ്മൾ ഈ ഖുറാനുമായിട്ട് ഈ ഒരു ആയത്തുമായിട്ടുള്ള ഹദീസുകൾ, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹദീസുകൾ, അതുപോലെ സഹാബാക്കൾ ഈ ആയത്തിനെ പറ്റി എന്തു പറഞ്ഞു, അവരെങ്ങനെ ഈ ആയത്ത് മനസ്സിലാക്കി എന്നുള്ളതൊക്കെ കൂടുതൽ നമ്മൾ ഈ ഓരോ ആയത്തുമായിട്ടുള്ള അതിൻ്റെ അവതരണ ഹേതുക്കൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെയാണ് നമ്മളെ ആ ഒരു എന്നുള്ള നമ്മളെ സ്വന്തം പേഴ്സണൽ റിഫ്ലക്ഷൻ, നമുക്ക് വ്യക്തിപരമായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ആ ആയത്ത് എങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെ അത് പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിപരമായിട്ട് എന്ത് സന്ദേശമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊക്കെയാണ് നമുക്കങ്ങനെ ഒരു തദബ്ബുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്രാമറും അതുപോലെ തന്നെ ഈ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹദീസുകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ആയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന മഅൽ, എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ആയത്തുകളായിട്ട് കണക്ട് ചെയ്യാനുള്ള അതുകൊണ്ട് എന്ന് പറയാൻ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ് എന്നുള്ളത്. നമ്മൾ മുന്നത്തെ ആയത്തുകൾ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പോൾ ഈ സൂറത്തിൻ്റെ മുന്നത്തെ ആയത്തുകൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് കണക്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആയത്തുകൾ അറിയണം. ഈ സൂറത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് അവതരിച്ച സൂറത്തായിട്ടുള്ള സൂറത്ത് അൽ ഇൻഷിറാഹിലെ ആയത്തുകളാണ്. നബിക്ക് മാത്രം അവതരിച്ച സൂറത്തുകളാണ് സൂറത്തുൽ ദുഹ, സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തുൽ കൗസർ, സൂറത്തുൽ നസ്ർ. ഈ സൂറത്തുകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നബിക്ക് മാത്രമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന സൂറത്തുകളാണ്. അപ്പോൾ ഈ ആയത്തുകളുടെ യഥാർത്ഥ അവതരണ ഹേതു മാത്രമായിട്ടുള്ള വിശദീകരണം നമ്മൾ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഒരു ക്ലാസ്സിൽ ഒതുങ്ങാത്തത് കൊണ്ടിട്ട് തന്നെ ഈ ആയത്ത് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാത്രം പരിമിതമല്ല, അല്ലേ? നമുക്ക് ഓരോ വ്യക്തിക്കും ഈ ആയത്തുകളിൽ നമുക്കുള്ള സന്ദേശം കൂടി അതിലടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു തരത്തിലാണ് നമ്മളിന്ന് തദബ്ബുർ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ ആയത്തുകളെ എങ്ങനെ നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് എന്ത് പാഠം നമുക്ക് ഉൾക്കൊള്ളാം എന്നുള്ള തരത്തിലാണ് നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് നോക്കുന്നത്. ആ എന്നുള്ളത് കഴിഞ്ഞാൽ ഇനി ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഇന്ന എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹുറൂഫ് തൗക്കീദാണ്. അഥവാ ഒരു കാര്യം നമ്മൾ തറച്ചു പറയാൻ ഉപയോഗിക്കുന്നൊരു പാർട്ടിക്കിളാണ് ഇന്ന എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് അള്ളാഹിൻ്റെ ഒരു ഉറപ്പാണ്. എന്താണ് അള്ളാഹു ആ ഉറപ്പുള്ള കാര്യമായിട്ട് പറയുന്നത്? മഅൽ ഉസ്രി യുസ്ര. എന്നുള്ള പ്രപ്പോസിഷനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. എന്ന് പറയുമ്പം കൂടെ എന്നുള്ള അർത്ഥം. ഇനി അടുത്ത വാക്ക് എന്ന് പറയുന്നത് ഉസ്ർ. എൻ്റെ തെജ്വീദ് അത്ര നല്ലതല്ല, ക്ഷമിക്കുക. അപ്പോൾ ഉസ്ർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും കുടുങ്ങിയ ഒരവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. പ്രസവിക്കാൻ കഴിയേണ്ട സമയമായിട്ടും പ്രസവിക്കാൻ കഴിയാത്ത ഒരു യുവ ഒട്ടകത്തെയും ഈ പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ഉസ്ർ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, ആകെ സ്റ്റക്കായിട്ടുള്ള വല്ലാത്ത പ്രയാസത്താൽ നമ്മളിനി എന്ത് ചെയ്യും എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തെയാണ്
ഉസ്ര എന്ന് പറയുന്നത്. ഇവിടെ അൽ ഉസ്ര എന്നാണ് പറയുന്നത്. അൽ ഉസ്ര എന്ന് പറയുമ്പോൾ അൽ എന്നുള്ള അവ്യയം ചേർക്കുമ്പോൾ അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറുന്നു. അതായത് ഏതെങ്കിലും ഒരു ഉസ്രല്ല, നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഭാരമായിട്ട് അനുഭവപ്പെട്ട് ഇനി ഒരു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസമാണ് അൽ ഉസ്ര. ഇനി അടുത്ത വാക്കെന്ന് പറയുന്നത് യുസ്രൻ. യുസ്ര എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതം, എല്ലാം സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നൊരവസ്ഥ, അതായത് എളുപ്പം, സൗകര്യം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രയാസത്തിന് ശേഷം എന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ ഇന്ന ബഅദൽ ഉസ്രി യുസ്ര എന്നാണ് പറയുക അല്ലേ. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് പ്രയാസത്തിൻ്റെ കൂടെയാണ് എളുപ്പം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു പാക്കേജ് ആയിട്ടാണ് അള്ളാഹു അയച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യന്മാർ നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാൻ പറയുന്ന വാക്ക് ഒരു കയറ്റത്തിന് ഒരു അരക്കമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് നല്ലത് ഭാവിയിൽ വരുമായിരിക്കും അല്ലേ, ഇത് കഴിയുമായിരിക്കും എന്നുള്ളതിൽ നമുക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഭാവിയിൽ കണ്ടെത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വാക്കുകളിലായിരിക്കും നമ്മളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതൊന്ന് കഴിഞ്ഞു കിട്ടാൻ ആഗ്രഹിക്കും അല്ലേ. കാരണം നമ്മളെ എളുപ്പം എന്നുള്ളത് ഇത് കഴിഞ്ഞാലാണല്ലോ വരിക. അപ്പം നമ്മൾ എളുപ്പത്തിനായി തിരഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴാണ് നമുക്കൊന്ന് കഴിഞ്ഞു കിട്ടുക. ഒരു അസുഖം വന്നാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കാലമായി, എപ്പോഴാണ് ഇതൊന്ന് മാറിക്കിട്ടുക. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾ ഭാവിയിലേക്ക് ഈ ഒരു എളുപ്പം തിരയുമ്പോൾ നമ്മളെ ക്ഷമ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ആ ക്ഷമ നശിച്ചു തുടങ്ങും അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അത്രയും ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു കടുത്ത പ്രയാസത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ അതിൽ പ്രതീക്ഷ കണ്ടെത്താം, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാമെന്നുള്ളതാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജിക്കലി നമ്മളെ അത്രയും അപ്ലിഫ്റ്റ് ചെയ്യുക, അത്രയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവതരിച്ച ആയത്തുകളാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും അതിൽ നിന്നും പാഠമുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളോട് പറയുന്നത് ബുദ്ധിമുട്ടും സുഖസൗകര്യവും രണ്ടും ഒരു പാക്കേജാണ് എന്നുള്ളതാണ്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ പറയാം. അതായത് നമ്മളൊരു ടണലിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്, അത്ര വിശാലമായിട്ടുള്ള സ്ഥലമല്ല, കുറച്ച് സ്പേസേ ഉള്ളൂ, വെളിച്ചമില്ല. അപ്പം നമ്മൾ ആ ഒരു ടണലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടണലിനൊരു എക്സിറ്റ് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് കടക്കും, പുറത്തുള്ള വെളിച്ചം നമ്മളിലേക്ക് വരും. പക്ഷേ നമ്മൾ ആ ടണലിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടണലിൽ കയറിയ അവസ്ഥയെ കുറ്റം പറഞ്ഞിരുന്നാൽ ആ ഒരു എക്സിറ്റിൻ്റെ എളുപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾ ആ ടണലിൽ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കുടുങ്ങിപ്പോയല്ലോ, ഇവിടെ വെളിച്ചമില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെയും കുറ്റം പറഞ്ഞ് അവിടെ സ്റ്റക്കായി കഴിഞ്ഞ് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ എക്സിറ്റിൻ്റെ എളുപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ആ ടണലിൽ നമ്മൾ പ്രവേശിച്ചതോടുകൂടെ തന്നെ നമ്മളെ എളുപ്പവും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ അതിനോടനുസരിച്ച് മൂവ് ചെയ്യണമെന്നേ ഉള്ളൂ. എളുപ്പം എന്തായാലും നമുക്കുണ്ട്, പക്ഷേ നമ്മൾ അവിടെ സ്റ്റക്കാവാതെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. മൂവ് ചെയ്യും തോറും നമ്മൾ ആ എളുപ്പത്തിലേക്കാണ്, ആ യാത്രയിൽ തന്നെ നമ്മൾ എളുപ്പമുണ്ട്. ടണലിൽ കൂടെ നമ്മൾ പോകുന്ന ആ പ്രയാസത്തിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ അനുഭവപ്പെടാൻ പോകുന്ന എളുപ്പവും അതിലുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ആ യാത്രയോടൊപ്പം തന്നെ ആ ഒരു ടണലിൽ എൻ്റർ ചെയ്തതോടുകൂടെ തന്നെ അതിൻ്റെ എളുപ്പവും അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് എത്രയോ വലിയ ഒരു നമുക്ക് അത്രയും ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാഗ്ദാനമാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രയാസമാണെന്നുണ്ടെങ്കിൽ അത് ഒരു വിശ്വാസി എന്നുള്ളത് അയാൾക്ക് അനുഭവപ്പെടുന്ന ആ പ്രയാസം അപ്പോൾ തീർന്നു കഴിയാൻ വേണ്ടി കാത്തിരിക്കില്ല. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് സന്തോഷിക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നിരാശ ജീവിതത്തിൽ വരിക. അപ്പോൾ ആ ഒരു ഏത് പ്രയാസമാണോ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക, ആ ഒരു പ്രയാസത്തിൻ്റെ കൂടെ തന്നെ എളുപ്പമുണ്ട് എന്നുള്ളൊരു അള്ളാഹിൻ്റെ ഒരു പ്രോമിസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ ഈസി ആയിട്ട് എളുപ്പമുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും.
ഈ എളുപ്പം എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് യുസ്റൻ, അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ അൽ എന്ന അവ്യയം ചേർത്താണ് ആ ബുദ്ധിമുട്ടിനുള്ള വാക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ എളുപ്പം എന്നുള്ളത് ഏത് തരത്തിലുള്ള എളുപ്പമാവാം. നേരത്തെ അത് നമുക്ക് അനുഭവപ്പെടുന്ന, നമ്മൾ സ്റ്റക്കായിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ട് എന്നുള്ളത് ഓരോ വ്യക്തിക്കും എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കും. ഒരാൾക്ക് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരമുള്ളൊരു പ്രയാസമായിട്ട് അനുഭവപ്പെടുക. പക്ഷേ അയാൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ആ എളുപ്പം എന്നുള്ളത് ഏത് തരത്തിലുള്ള എളുപ്പമാവാം. അതായത് ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്നുള്ളത് നമ്മളിലേക്ക് മടങ്ങിയെത്താത്ത ചില നഷ്ടങ്ങളായിരിക്കും. ഒരു വേണ്ടപ്പെട്ടവരുടെ മരണം പോലുള്ള കാര്യങ്ങൾ എന്നുള്ളത് ആ ഒരു തരത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ആ ഒരു പ്രയാസത്തിനുള്ള പ്രതിവിധി ഈ ഒരു ലോകത്ത് കിട്ടില്ലല്ലോ. പക്ഷേ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം അവർക്ക് ചെയ്തു കൊടുത്ത സൗകര്യം എന്നുള്ളത് പല രീതിയിലായിരിക്കും. ആത്മീയമായിട്ട് വരുന്ന എന്തെങ്കിലും എളുപ്പമായിരിക്കും, മാനസികമായിട്ട് അവർക്ക് പിന്നെ അങ്ങോട്ട് എന്തും താങ്ങാനുള്ളൊരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അവരുടെ ക്ഷമ അനുസരിച്ച് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള എളുപ്പങ്ങൾ അവർ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പം എന്നുള്ളത് എന്തും ആകാം. ഇനി ഇവിടെ അല്ലെങ്കിൽ അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണല്ലേ അത് എളുപ്പം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അത് പരലോകത്ത് അവർക്ക് അതിനുള്ള എളുപ്പം ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത ആയത്ത് എന്ന് പറയുന്നത് ഇതേ ആയത്ത് തന്നെ ആവർത്തിക്കുകയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. 2 തവണയാണ് ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്നത്. ഖുർആനിൻ്റെ നമുക്കുള്ള സന്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് വ്യാകരണത്തിൻ്റെ ആ ഒരു സാങ്കേതികയിൽ മാത്രം ഒളിഞ്ഞു കിടക്കുന്ന ഒന്നല്ല. ഈ ആവർത്തനം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളോടുള്ള സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പരിചരണത്തിൻ്റെയും ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഒരു രീതി കൂടിയാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ ആവർത്തിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ നമ്മളോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. കാരണം ഇത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയത്തുകളാണല്ലേ. അപ്പോൾ ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പം എപ്പോഴും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാരമില്ല അല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്നൊക്കെ നമ്മൾ 2 പ്രാവശ്യം പറയും, 1 പ്രാവശ്യമല്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയും. അത് കേൾക്കുന്ന ആൾക്കും അതൊരു ആവർത്തനം വരച്ചതായിട്ടൊന്നും തോന്നൂലല്ലേ. ചില സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ ആവർത്തനം ആവശ്യമാണെന്ന് വരും അല്ലേ. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടാവായ അള്ളാഹുവിന് അറിയാം നമ്മളെ ഹൃദയത്തിൻ്റെ ഭാഷ എന്താണെന്നുള്ളത്. ഖുർആൻ എന്നുള്ളത് വെറും ഹലാലും ഹറാമും പ്രതിപാദിക്കുന്ന നിയമസംഹിതയോ അല്ലെങ്കിൽ ചരിത്ര പുസ്തകമോ അതൊന്നും മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ സൈക്കോളജി അറിയുന്ന അവൻ്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹപൂർണ്ണമായ സന്ദേശം കൂടിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഖുർആനിൽ ആശ്വാസം കണ്ടെത്തുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരാൾക്ക് അയാളുടെ ഹൃദയവും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലാണ് അള്ളാഹു അതിൻ്റെ ഭാഷ ഉപയോഗിക്കല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്രാവശ്യം അള്ളാഹു നമ്മളടുത്ത് ആശ്വസിപ്പിച്ച് പറയുകയാണല്ലേ. ഒരു പ്രയാസത്തിൻ്റെ കൂടെ അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ആ പ്രയാസത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എളുപ്പമുണ്ട് എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു 2 പ്രാവശ്യം ഈ ആയത്ത് പറയുന്നതിൽ 2 ആയത്തുകളിലും അൽ ഉസ്ർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രയാസം എന്താണോ നമുക്ക് അനുഭവപ്പെടുന്നത് ആ പ്രയാസം അടുത്ത ആയത്തിലും ഈ പ്രയാസം സെയിം ആയിട്ട് തന്നെ, അത് നമുക്ക് എന്താണോ ഏറ്റവും ഭാരമായിട്ടുള്ളത് ആ പ്രയാസത്തിന് സെയിം പ്രയാസമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ആദ്യത്തെ ആയത്തിലുള്ള യുസ്രൻ എന്നുള്ള ആ ഒരു എളുപ്പമല്ല 2ാമത്തെ ആയത്തിൽ. കാരണം ആ 2ാമത്തെ ആയത്തിലും യുസ്ര എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് എന്തെളുപ്പമാവാം. അപ്പോൾ 2 ആയത്തിലും എളുപ്പം നമുക്ക് എന്ത് തരത്തിലാവാന്നുള്ളതിലൂടെ നമുക്ക് പലതരത്തിലുള്ള എളുപ്പങ്ങളും, അതായത് മൾട്ടിപ്പിളായിട്ട് നമുക്ക് പലതരത്തിലുള്ള എളുപ്പങ്ങളും ഒരു ബുദ്ധിമുട്ടിന് തന്നെ ഉണ്ടാവാം എന്നുള്ളതാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. യുസ്രൻ എന്നുള്ളത് 2 ആയത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളായിരിക്കാം എന്നുള്ളത്. പക്ഷേ പ്രയാസം അവിടെ സെയിം ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ആ ഒരു സെയിം പ്രയാസം അല്ല ഉസ്ർ എന്ന് പറയുന്നത് 2ാമത്തെ ആയത്തിലും ആ മുകളിൽ പറഞ്ഞ ആ ഒരു പ്രയാസത്തിനെ തന്നെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എളുപ്പം എന്നുള്ളത് നമുക്ക് അള്ളാഹു
പലതരത്തിലുള്ള എളുപ്പമായിട്ടും അവിടെ ഒരു ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് എന്ത് എളുപ്പമാവാം. നമ്മൾ പ്രയാസത്തിനെ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്യാതെ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കും. എന്നാൽ അതേസമയം നമ്മൾ ആ പ്രയാസത്തിൻ്റെ കൂടെയും നമുക്കൊരു എക്സിറ്റ് വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള മഹ്റജ് നമുക്ക് ജീവിതത്തിൽ വരും. ആ ഒരു എക്സിറ്റ് ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്നുള്ളത് നമ്മൾ ഈ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു അത്രയും കഷ്ടപ്പാടുണ്ടാകുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ജീവിതത്തിൽ സുഖം വരുമ്പോൾ അത്രയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. ഒരു വെറും സന്തോഷം തന്നെയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തിന് തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥയാവില്ലേ. നമ്മൾ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാ പ്രയാസത്തിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്നുള്ള ഈ ആയത്തുകൾ ഏതൊരു പ്രയാസത്തിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം നമ്മൾ വരുമ്പോഴും ഈ പ്രയാസത്തിലും ഒരു എളുപ്പം അള്ളാഹു എനിക്ക് അതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അസുഖം ഞാനത് മാറിയിട്ട് വേണ്ട അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു പ്രയാസത്തിലും നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയാസത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു എളുപ്പം ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിൽ നമുക്ക് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കും. അത് അള്ളാഹിൻ്റെ പ്രോമിസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചാൽ തന്നെ നമുക്ക് ആ പ്രയാസത്തെ മറികടക്കാനുള്ള ഊർജം നമ്മളിൽ തന്നെ വന്നു ചേരും. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.